ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. നമ്മുടെ മലയാള സിനിമകളിൽ പലപ്പോഴും ചെറിയ സിനിമകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അത് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില ചെറിയ സിനിമകളെ നമ്മൾ കാണാതെ പോകുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞറിയുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തി കാണുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ആ സിനിമയുടെ ഒരു ക്രാഫ്റ്റ് മനസ്സിലാവുന്നത്. അമൽ നൗഷാദ് സംവിധാനം ചെയ്ത ഒരു സിനിമ. ഞാൻ ഈ സിനിമയെക്കുറിച്ച് മുമ്പ് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചു. സാഹചര്യവശാൽ എനിക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രിവ്യൂ ഷോയിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകാൻ സാധിക്കാതെ പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ വളരെയധികം കടമ്പകൾ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസിൻ്റെ കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടിപ്പോയേനെ എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. പുല്ല് ദ റൈസിംഗ് എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ നിരവധി അവാർഡുകൾ നേടുകയും സ്ക്രീനിങ് നടത്താനും ഒക്കെ സാധിച്ച ഒരു ചെറിയ മലയാള സിനിമ. ഏകദേശം 1 മണിക്കൂറിന് മേലെ മാത്രം റണ്ണിങ് ടൈമുള്ള ഒരു ചെറിയ സിനിമ. ഇനി അവാർഡ് സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇതൊരു സ്ലോ പടമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ടോപ്പിക് ആയിരിക്കും എന്ന്. ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ ലെവലിനൊരു ചേഞ്ച് മാറും. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഗംഭീര മാറ്റം എന്ന് വേണം പറയാൻ. അതായത് ഇതൊരു സാങ്കല്പിക ഗ്രാമമാണ്. ആ അഞ്ചുമല എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് വന്നെത്തുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. അവിടെ ഒരു ദേവീ സങ്കല്പം നിൽപ്പുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, അതായത് അവിടെ മാടന്മാരും വലിയവർ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ മാടന്മാർ താഴ്ന്ന ജാതിക്കാരും മറ്റവർ കൂടിയ ജാതിക്കാരും, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ആ പെൺകുട്ടിയെ അവർ ദേവീ സങ്കല്പമായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഗ്രാമത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവിയെ കുറേ പേര് കൂടെ ചേർന്നിട്ട് ആക്രമിക്കുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് കൊല്ലാൻ ശ്രമിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ഓടിക്കയറുന്നത് ഒരു പുല്ലുകാട്ടിലേക്കാണ്. പുല്ല് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ ഒരുപാട് ഉയരമുള്ള ഒരു പുല്ലുകാട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ പുല്ലിന് പോലും ഉള്ള ഒരു വന്യത ഉണ്ടല്ലോ, അസാധ്യ വന്യതയാണ് എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വന്യത. അത് ഗംഭീരമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഗാംഭീര്യവും വന്യതയും ഭയാനകതയും പിന്നെ ആ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് കൂടെ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ ഒരു സർവൈവർ ത്രില്ലർ മോഡിലോട്ട് മാറും. അവിടെ നിന്ന് അങ്ങോട്ട് സംഭവിക്കുന്ന ആ ഒരു ടോൺ ചേഞ്ച് ഉണ്ടല്ലോ, അത് ക്ലൈമാക്സ് വരെയും അങ്ങനെ തന്നെ നിൽക്കും. ആകെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളൊരു സിനിമ, എന്നാൽ ഏറിയ പങ്കും ആ പുല്ലുകാട്ടിനുള്ളിൽ നൈറ്റ് മാത്രമാണ് കഥ നടക്കുന്നത്. ദേവി ഓടിക്കയറി ചെല്ലുന്നിടത്ത് ഒരു കള്ളനുമുണ്ട്. ഇവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉന്നത കുലജാതരും അതിൻ്റെ ഉള്ളിലേക്ക് കയറും. പിന്നെ നടക്കുന്ന ഫൈറ്റുകളും കാര്യങ്ങളും അതിനുള്ളിലെ ചർച്ചകളും സംസാരങ്ങളും ഒക്കെ ഗംഭീര പൊളിറ്റിക്സാണ് സംസാരിക്കുന്നത്. ആ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം, വേടൻ ജാതി പറഞ്ഞു, വേടൻ ജാതി കൊണ്ടുവരുന്നു, വേടനാണ് ഇവിടെ ജാതിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളല്ലാതെ ഇവിടെ ജാതി മറ്റു കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്ന്. പക്ഷേ സമീപകാലത്ത് കണ്ട പല വാർത്തകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഈ ജാതീയതയുടെ ഒരു ധ്രുവീകരണം എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. അമൽ നൗഷാദ് എന്ന ഡയറക്ടറിൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്കെന്ന് വേണം ഈ സിനിമയെ പറയാൻ. ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ മനുഷ്യനെ കാണുന്നില്ല. കാരണം അത്രയധികം ക്രാഫ്റ്റ് വർക്ക് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതിൻ്റെ നൈറ്റ് ഷോട്ടുകൾ, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി വർക്ക്, അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ്. എനിക്ക് തിയേറ്ററിൽ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, അത്രയും നല്ല കിടിലൻ BGM ആണ് ഈ സിനിമയ്ക്ക്. ആ സാധനമൊക്കെ തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ വിഷമിക്കുന്നുണ്ട്. എവിടെയെങ്കിലും സ്ക്രീനിങ് കിട്ടിയാൽ സമയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ സിനിമ കണ്ടിരിക്കും. ഒരു തമിഴ് സിനിമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജിലുള്ള ഒരു വളരെ ചെറിയ ഒരു റൂറൽ സിനിമയൊക്കെ ആയിട്ടായിരുന്നു ഇത് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിപ്പോയാണ്. ഇതൊരു മലയാള സിനിമ ആയിപ്പോയതുകൊണ്ട് അതിൻ്റെ ഒരു ഗതി പല ആൾക്കാരും കാണാതെ പോയി എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നൊരു കാര്യം. ഈ സിനിമ നമ്മുടെ സൈന OTTയിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു നല്ല സിനിമാ സ്നേഹിയാണ്, ഒരു ചെറിയ സിനിമ ആയതുകൊണ്ടും വെറും 1 മണിക്കൂറിനും 1.5 മണിക്കൂറിനകത്ത് മാത്രം റണ്ണിങ് ടൈമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ മുഷിപ്പിക്കാനൊന്നും ഈ സിനിമയ്ക്ക് സമയമില്ല. പറയാനുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പറയേണ്ട കാര്യങ്ങളെല്ലാം കുറുക്കി കൊള്ളുന്നിടത്ത് തന്നെ കൊള്ളിച്ചിട്ടുമുണ്ട്. അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പോയിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി നസ്മൽ നൗഷാദാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീര വർക്ക് ബ്രോ, കിട്ടിലം വർക്കാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലിനൊക്കെ ഇത്രയും വന്യതയുണ്ടെന്ന് നമ്മൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് തോന്നും. അതിൻ്റെ ഉള്ളിലൊരു ഭീകരത നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അത്രയും ഡാർക്ക് മോഡിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം പിടിച്ചിരിക്കുന്നത് കാട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. സഞ്ജയ് പ്രസന്നനാണ് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളി അടാർ വർക്കാണ് കേട്ടോ. പുള്ളിയുടെ ആ മ്യൂസിക് വർക്ക് എന്ന് പറയുന്നത് ഈ സിനിമയുടെ നട്ടലാണെന്ന് വേണം പറയാൻ. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മ്യൂസിക് തരുന്നൊരു വൈബുണ്ട്. അത് ശരിക്കും ഒരു 1.5 വൈബാണ്. ഒരു ട്രാൻസ് മോഡിനകത്ത് കയറി പെടുന്ന ഒരു വൈബാണ്. അത്രയ്ക്ക് കിടിലമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഹരി ദേവകയാണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഫൈറ്റിംഗ് കൊറിയോഗ്രഫി
ഫൈറ്റിംഗ് കൊറിയോഗ്രാഫി പറയാതിരിക്കാൻ പറ്റില്ല, അതും അത്യാവശ്യം കിട്ടില്ല. അതായത് ഒരു നാടൻ അടി എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളാണ് പിടിച്ചിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു നാട്ടിൻപുറമാണ്, ആ നാട്ടിൻപുറത്തെ ആൾക്കാരാണ്, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അടിയുടെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു റിയലിസ്റ്റിക് ടച്ച് പിടിച്ച കുറേ സാധനമാണ്. അഖിൽ സുരേന്ദ്രനാണ് സംഘടന കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുള്ളി മേക്കപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണെങ്കിലും ഇതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ചാർലിയിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ ഉഷാദാടിയൊക്കെ വെച്ച പുള്ളിയില്ലേ, സുർജിത്ത്, പുള്ളിക്കാരനാണ് ഈ സിനിമയിലെ ഒരു കള്ളൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന ഷാജിയാണ് ഇതിലെ ദേവി സങ്കല്പമായിട്ട് അഭിനയിക്കുന്ന ആ പെൺകുട്ടിയായിട്ട് വരുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് പിന്നെ എന്താ പറയുക, കുറച്ച് ഇങ്ങനെ ഡ്രോയിങ് അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ അതൊക്കെ പിടിച്ചിട്ടാണ് ഇത് വരുന്നത്. ഈ ഒരു സിനിമയുടെ ഒരു വൈബ് ഉണ്ടല്ലോ, ശരിക്കും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കൊച്ചു സിനിമയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. ഇതൊരു ചെറിയ സിനിമയാണെങ്കിലും ഇത് പറഞ്ഞു വെക്കുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. സോ ഇൻ ഷോർട്ട് മല്ലു, ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. ഒരു ചെറിയ സിനിമയായിട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട, ധൈര്യമായിട്ട് കണ്ടോ. വളരെ ചെറിയ റണ്ണിങ് ടൈമിൽ ഒരു കിടിലൻ സർവൈവൽ ത്രില്ലർ സിനിമയാണ് നിങ്ങൾ കാണുന്നത്. സോ പുല്ല് ദ റൈസിംഗ് സൈന OTTയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതിയ വീഡിയോസും റിവ്യൂസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.